അങ്ങനെ ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ ചേട്ടായി 28 വർഷമായിട്ടും ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല, പക്ഷെ ഡ്രൈവ് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കുകയും ലൈസൻസ് എടുക്കുന്ന ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും പുരട്ടിയാണ് വിട്ടത്. അന്ന് ലൈസൻസ് ടെസ്റ്റിന് പോയ 2 പേരെ പാസ്സായിട്ടുള്ളൂ. അതിലൊരാളെൻ്റെ ചേട്ടായിയാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമില്ലെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പോൾ അതിന് വണ്ടി ഇടിച്ച് ഞാൻ മരിച്ചു പോയി എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അത്രയും കരഞ്ഞു. ഒരു മനുഷ്യനെന്ത് പറ്റുന്നോ അതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനുവേണ്ടി കരഞ്ഞു. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. അങ്ങനെ അത് കിടക്കുന്ന കണ്ടിട്ട് എടുത്തിട്ട് വന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. എനിക്ക് തോന്നുന്നു അത് ജീവൻ തിരിച്ചു കിട്ടിയത് ഉടമ്പടി തൈലം പുരട്ടിയത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിശ്വയിൽ നിന്ന് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്.